آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെയും വലിയ ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയൊക്കെ ഒരു മുഹൂർത്തത്തിലാണ്. കേരള നദവത്തുൽ മുജാഹിദീൻ ഏകദേശം ഒരു 2-3 മാസക്കാലം കൊണ്ട് പരിശുദ്ധമാണ് കുടുംബം, പവിത്രമാണ് ബന്ധങ്ങൾ എന്ന തലക്കെട്ടിന് കീഴിൽ കേരളത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇങ്ങനെ ഒരു തസ്കിയത്ത് നടത്തുന്നതിന്റെ പശ്ചാത്തലം നമുക്ക് ഓരോരുത്തർക്കും തന്നെ അറിയാം. നമ്മുടെ നാടുകളുടെ പരിസരത്തുള്ള വിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ വിശ്വസിക്കുന്ന ഓരോ മുസ്ലിം കുടുംബങ്ങളും ആ 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പുറത്തൊരാളോടും പറയാൻ കഴിയാത്ത നീളുന്ന ഒട്ടനവധി പ്രശ്നങ്ങളാണ്. ഒരു മകളെ പ്രസവിച്ച് ആ ചെറിയ കുട്ടി പല്ല് പൊടിക്കാത്ത ആ മോണ കാട്ടി ചിരിക്കുന്ന ആ മകളെ ആ ഉപ്പയും ഉമ്മയും ഒക്കെ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയിട്ട് ഒരു ദിവസം രാത്രിയിൽ ആ മകളുടെ വിളിയും ബഹളവും ഒക്കെ കേട്ടിട്ട് അടുത്ത അയൽവാസികൾ ചോദിച്ചു, എന്താണ് ആ വീട്ടിൽ ഇത്ര ബഹളം? 19 വയസ്സുള്ള ആ മകൾ ബാംഗ്ലൂരിലെ ഏതോ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ട് നമസ്കാരവും ദീനീബോധവുമുള്ള ആ മാതാപിതാക്കൾ തന്റെ മകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ആ ലഹരി എടുത്തു മാറ്റിയപ്പോ പാതിരാത്രിയിൽ പരിസരവാസികൾ ചോദിച്ചു, എന്താണ്? എങ്ങനെ ആ ഉമ്മയ്ക്ക് പറയാൻ പറ്റും? എങ്ങനെ ആ ഉമ്മയ്ക്ക് പറയാൻ പറ്റും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. വൈകുന്നേരം 5:30 മണിയായി, നമ്മുടെ മകൾ വീട്ടിലെത്തിയിട്ടില്ല. ഭാര്യ വിളിച്ചു പറയുന്നു, ഇന്ന് മണി 7 മകൾ ഇതുവരെയും എത്തിയിട്ടില്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി കുറച്ചു നേരം നിന്നു. 10-21 വർഷക്കാലം ആ മകളെ ഒന്ന് തലോടിയിട്ട് സാന്ത്വനിപ്പിച്ചിട്ട് ഉറങ്ങുന്ന ആ ഉപ്പയും ഉമ്മയും മകളില്ലാതെ ആ രാത്രിയിൽ ഉറങ്ങുകയാണ്. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയും, നിങ്ങളുടെ മകളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്ക് ഇഷ്ടമുള്ള ഒരാളുമായി വിവാഹം കഴിച്ചു. അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. അത് മാത്രമാണോ സഹോദരങ്ങളെ? കുടുംബത്തിന്റെ ഓഹരി പങ്കുവെച്ചപ്പോ അത് കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ എണീറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത ഉപ്പയെ കൈമുറുക്കി ചങ്കിലിടിച്ചിട്ട് ആ പിതാവ് കുഴഞ്ഞു വീണ് മരിച്ചുപോയ ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പരിസരത്ത് യഹ്യ സാഹിബ് പറഞ്ഞതുപോലെ മറ്റു മതസ്ഥരൊന്നുമല്ല, ഒരു മുസ്ലിം മഹല്ലിലെ അർഫാൻ എന്ന് പറയുന്ന ഒരു മകൻ സ്വന്തം ഉപ്പയുടെ പിതാവിനെ, മാതാവിനെ, സ്വന്തം ഉപ്പയുടെ ജ്യേഷ്ഠനെ
കുടുംബത്തിലെ 5ഓളം അംഗങ്ങളെ ഒരു ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ ഒരു മനുഷ്യന് കഴിയുമോ? നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് സഹോദരങ്ങളെ, മൃഗങ്ങളെക്കാൾ നമ്മുടെ പുതിയ ഒരു തലമുറ പതനങ്ങളിലേക്ക് അധപ്പതിച്ചു പോകാൻ കാരണം നമ്മളെ പുരോഹിതന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ വെള്ളം ചേർത്തപ്പോ, ശരിയായ തൗഹീദി ആദർശം കിട്ടാതെ വന്നപ്പോ നമ്മളൊക്കെ ചുറ്റുപാടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഈ ഭവനത്തിലേക്ക്, തൗഹീദിന്റെ കേന്ദ്രത്തിലേക്ക് വന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ ലാത്തയെയും ഉസ്സയെയും മനാത്തിനോടുമല്ല നിങ്ങൾ സഹായം തേടേണ്ടത്, ഏകനായ അള്ളാഹുവിനോടാണ് നിങ്ങൾ സഹായം തേടേണ്ടതെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഈ നാട്ടിലെ വിരലിലെണ്ണാവുന്ന സ്വഭാവത്തിനെ പോലെ പരമദരിദ്രന്മാരായിരുന്ന ആ അനുചരന്മാർ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ്. വിശ്വാസം, ഇതാണ് ആദർശമെന്ന് പുരോഹിതന്മാര് പഠിപ്പിക്കുമ്പോ ഒരു രോഗം വന്നപ്പോ ഒരു മനുഷ്യൻ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അയാളുടെ കൈകാലുകളിലൊക്കെ നല്ല വേദനയാണ്, നീരുണ്ട്. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ട് ഡോക്ടർ ഇച്ചിരി ഗുളികകളൊക്കെ കുറിച്ചു കൊടുത്തു. ഗുളികകളൊക്കെ കുറിച്ചു കൊടുത്തപ്പോ അയാൾക്ക് നല്ല ആശ്വാസമായി. 2-3 ദിവസം കഴിഞ്ഞപ്പോ നല്ലൊരു ഡോക്ടറാണ്. ആ മെഡിസിൻ കഴിഞ്ഞപ്പോ എന്റെ ആ ശരീരത്തിന്റെ വേദനകളൊക്കെ അങ്ങ് മാറി. ഇപ്പൊ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പഴയതിനേക്കാളും വേദന ശക്തമായപ്പോ അതിവിദഗ്ധനായ ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോ, നിങ്ങൾ ഇത്രയും നാൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പെയിൻ കില്ലറാണ്, നിങ്ങളുടെ ശരീരത്തിൽ വേദന നിലനിൽക്കുന്നു, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ഒരു മെഡിസിനും കഴിക്കണ്ട, നിങ്ങളുടെ രോഗം 2-3 ആഴ്ച കഴിയുമ്പോൾ മാറും. 2-3 ആഴ്ച കഴിഞ്ഞപ്പോ അയാളുടെ ശരീരത്തിന്റെ വേദനകൾ മാറി. ഇവിടെയാണ് ഒരു തൗഹീദുള്ള പ്രബോധന സംഘത്തെയും തൗഹീദില്ലാത്ത ഒരു പ്രബോധന സംഘത്തെയും തിരിച്ചറിയുന്നത്. മായാവി കഥകളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും സമൂഹം ദുരിതങ്ങളും ദുരന്തങ്ങളും വരുമ്പോ ബദരീങ്ങളെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ ആരും നമ്മെ ഒറ്റപ്പെടുത്തിയാലും ആരും നമ്മെ മാറ്റി നിർത്തിയാലും എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക്, ആദർശത്തിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് എന്നാണോ രൂപപ്പെടുന്നത്, അന്നാണ് സഹോദരങ്ങളെ നമുക്ക് സമാധാനവും ശാന്തിയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്, സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നത്. ഇന്ന് പല മാതാപിതാക്കളും രാത്രി ചൂടിനെ തണുപ്പിക്കുന്ന ശീതീകരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിലെ നീറ്റൽ കാരണത്താൽ അൽപ്രാക്സ് പോലുള്ള ഉറക്ക ഗുളികകൾ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. കാരണം അവരുടെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട്, വരാൻ പോകുന്ന ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ട്, ഇനി ഞാൻ കുറച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കും കുടുംബത്തിനും ഒരു ഭാരമാകും, എന്നെ അവരെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുന്ന ഒരു പുതിയ ഒരു തലമുറ നമുക്ക് മുന്നിൽ രൂപപ്പെട്ടു വരുമ്പോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മാതാപിതാക്കളും കുടുംബവും മാത്രമല്ല സഹോദരങ്ങളെ, കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു സിനിമാ താരം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2-3 ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ സിനിമകളിൽ പ്രശസ്തനായ ആ മനുഷ്യൻ ക്യാൻസർ ബാധിച്ചു. തന്റെ പ്രിയപ്പെട്ട പ്രിയതമ കൈയൊഴിഞ്ഞു പോയി. ആകെ ഒരു മോളെയുള്ള വലിയ സ്വപ്നമായിരുന്നു. അച്ഛൻ കീമോ എടുത്ത് കുഴഞ്ഞ് കിടക്കുന്ന സമയത്ത് മകളും കൈയൊഴിഞ്ഞു. വൃദ്ധസദനത്തിൽ 6-7 മാസം കഴിയുമ്പോഴാണ് സമൂഹവും ചാനലുകളും അറിയുന്നത്.
നമ്മുടെ ഈ സമൂഹത്തിന്റെ ഇനി വരാൻ പോകുന്ന അപകടത്തെ കുറിച്ച് അറിയിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ കാണുമ്പോ വിശ്വാസികൾ എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ, എന്താണ് ഇതിന് പരിഹാരം? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. പടച്ച റബ്ബ് ഇതിന്റെ പരിഹാരം സൂറത്തുൽ നഹ്ലിന്റെ 97-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ, ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു പറഞ്ഞതുപോലെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ അല്ലാഹു പറയുന്നു, ഫലനുഹ്യിയന്നഹു, ഈ ഭൂമിക്ക് മുകളിൽ ഈ ആകാശത്തിന് കീഴിൽ ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും. എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? അല്ലാഹു പറയുകയാണ്, ഹയാത്തുൻ ത്വയ്യിബ, ഒരു നല്ല ജീവിതം. വലിയ കൊട്ടാരമൊന്നുമില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നതെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. അതിന്റെ ഉപാധി എന്താണ്? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിരിക്കണം. പരദൈവങ്ങളെയെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട്, ജാറങ്ങളെയും പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്ന മഖ്ബറകളെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട്, ഇവരാരും എന്നെ സഹായിക്കുകയില്ല, ഏത് ദുരന്തത്തിലും എന്നെ സഹായിക്കുന്ന, ഈ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യനെ നിയന്ത്രിക്കുന്ന, ഈ ആകാശ ലോകങ്ങളെ നിയന്ത്രിക്കുന്ന, ഒരു ബീജഗണമായിരുന്ന എന്നെ ഘട്ടം ഘട്ടമായി വളർത്തിയ എന്റെ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കാതെ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു, നമുക്ക് ഹയാത്തുൻ ത്വയ്യിബ ഫലനുഹ്യിയന്നഹു, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. എന്നിട്ടോ ഹയാത്തുൻ ത്വയ്യിബ, ഒരു സമാധാനമുള്ള ജീവിതം തരും, ശാന്തിയുള്ള ജീവിതം തരും. മകളെ കണ്ട്, മകനെ കണ്ട്, കുടുംബത്തെ കണ്ട് വലിയ സമ്പത്തൊന്നും ഇല്ല എങ്കിലും ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും അതിൽ കുളിരും നമുക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതിനെന്താണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്? സുബഹിയുടെ സമയമാകുമ്പോ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയുമ്പോ നാം ഓരോരുത്തരുടെയും വീടുകളിൽ വിളക്ക് തെളിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോയി, മോനെ എണീറ്റ് വാടാ, പള്ളിയിൽ ചെന്ന് നമസ്കരിക്കാം. മോനെ കൂട്ടി, മോൻ ഹോസ്റ്റലിലാണ്, മോനെ നീ സുബഹിക്ക് എണീറ്റ് പോകുന്നുണ്ടോ? നീ നമസ്കരിക്കുന്നുണ്ടോ മോനെ? നിന്റെ ഹോസ്റ്റലിന്റെ അടുത്തൊരു പള്ളിയുണ്ടോ? നീ അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിച്ച് ഓമനിച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ തൗഹീദി ബോധവും അതനുസരിച്ചുള്ള കർമ്മങ്ങളും കൊടുത്താൽ അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഫലനുഹ്യിയന്നഹു, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കും, ഹയാത്തുൻ ത്വയ്യിബ, സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് തരും. സമാധാനമില്ലാത്ത ജീവിതത്തിന്റെ കാരണം എന്താണ്? മകന് ചില പ്രശ്നങ്ങൾ വരുമ്പോ, മകൾക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോ അള്ളാഹുവിലേക്ക് കരങ്ങളും ഹൃദയങ്ങളും ഉയർത്തേണ്ട സാധു മനുഷ്യരെ നിങ്ങൾ ഏർവാടിയിലേക്കും മുത്തുപേട്ടയിലേക്കും നാഗൂരിലേക്കും പോവുക. അവിടെ ചെന്നിട്ട് ഇന്ന സഹോദര ഹൈന്ദവ ആചാരങ്ങൾ എങ്ങനെയാണോ വിഗ്രഹാരാധന നടത്തുന്നത് അതേ രൂപത്തിൽ ഖബറുകളെയും ജാറങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് രൂപപ്പെടുമ്പോ ചെറിയൊരു ന്യൂനപക്ഷമാണെങ്കിലും ഈ സാധു മനുഷ്യരെ, നമ്മുടെ ഈ പരിസരത്തുള്ള വിശ്വാസികളായ സഹോദരന്മാരെ
ശുദ്ധമായ തൗഹീദിന്റെ ആദർശ ബോധത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹു ഈ മസ്ജിദും ഈ മസ്ജിദിന്റെ പ്രവർത്തകർക്കും അള്ളാഹു കഴിയുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഒരുമിച്ച് കൂടിയതല്ല. പല ഒറ്റപ്പെടലുകളും പല മാറ്റി നിർത്തലുകളും. അയാളെ പ്രത്യേകം ശ്രദ്ധിക്കണം, അടുപ്പിക്കരുത്. എന്താ കാരണം? മഖബറകളും ജാറങ്ങളും എല്ലാം ഒഴിവാക്കി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം പറഞ്ഞതിന്റെ പേരിൽ കല്ലെറിയുകയും സമൂഹം ബഹിഷ്കരിക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞവർ പിന്നീട് പ്രവാചകന്റെ ബ്ലാക്കേറ്റ്സുകളായിട്ടുണ്ടെങ്കിൽ, സംരക്ഷകരായിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ തൗഹീദി ആദർശം പാമരങ്ങളായ സാധു മനുഷ്യരായ ഈ സമൂഹത്തെ പൗരോഹിത്യം കബളിപ്പിക്കുമ്പോ അവർ ഗുളികകൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവര് പെയിൻ കില്ലർ പോലെ കൊടുത്തിട്ട് താൽക്കാലിക ആശ്വാസം കിട്ടുമെങ്കിലും അവരെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയാൻ തയ്യാറാകുമ്പോ നാം ശരിയായ ആദർശത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ്, തൗഹീദി ബോധത്തിലേക്ക് വരുന്നതിലൂടെയാണ് അവിടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ സമാധാനം കിട്ടുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ഒരു ആദർശത്തിൽ നിന്നും ഈ ഒരു മാർഗത്തിൽ നിന്നും ഒരു മനുഷ്യനെ വഴിപിഴച്ചാൽ, ഈ ആദർശം വിട്ടുപോയാൽ, അല്ലാഹു പറഞ്ഞത് وَمَنْ يُرِدْ أَنْ يُضِلَّهُ يَجْعَلْ صَدْرَهُ ضَيِّقًا حَرَجًا. അല്ലാഹു പറയാണ്, وَمَنْ يُرِدْ أَنْ يُضِلَّهُ, അല്ലാഹു ഒരു മനുഷ്യനെ ഈ തൗഹീദി ആദർശത്തിൽ നിന്ന്, ഈ നേരിന്റെ മാർഗത്തിൽ നിന്ന് അവൻ പിറകിലോട്ട് പോയാൽ, അതിൽ നിന്ന് അകന്നു പോയാൽ അല്ലാഹു അവനെ വഴിപിഴപ്പിക്കും. അവന് സമ്പത്തും സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അല്ലാഹു പറഞ്ഞത് യജ്അൽ സ്വദ്റഹു ലയ്യിഖൻ ഹറജ, അവരുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ ആയിരിക്കും, സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കും, സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായിരിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് കയറി പോകുന്നവനെ പോലെ, അന്തരീക്ഷത്തിലേക്ക് ഉയരും തോറും ഓക്സിജൻ നഷ്ടപ്പെട്ട് വലിവ് പിടിച്ച ഒരു മനുഷ്യൻ അസ്വസ്ഥമാകുന്നത് പോലെ അവന്റെ ജീവിതം ദുസ്സഹമാകും. അങ്ങനെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. ഞാൻ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ചു ദൂരം ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ മുസ്ലിമീങ്ങളായിട്ടുള്ള ഒരൊറ്റ ഭവനും അവിടെ ഇല്ല. സഹോദര സമുദായ അംഗങ്ങൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റെസിഡൻസി അസോസിയേഷന്റെ ഒരു ബോർഡിൽ, ഹരിതനഗർ എന്നാണ് ആ നഗറിന്റെ പേര്. അപ്പൊ നടക്കാൻ വേണ്ടി പോകുമ്പോൾ ചില ദിവസങ്ങളിൽ മഹത്വചനങ്ങളൊക്കെ കാണാം. ബൈബിളിന്റെ, ഭഗവത്ഗീതയുടെ, അങ്ങനെ പലതും കാണാം. ഒരു ദിവസം ആ റെസിഡൻസി അസോസിയേഷന്റെ ആ ബോർഡിൽ, ഒരു മുസ്ലിം ഭവനങ്ങൾ പോലും ഇല്ലാത്ത ആ ബോർഡിൽ ഞാൻ കണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രവാചക വചനമാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഅ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ മരണാനന്തരം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. താഴെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. സഹോദര സമുദായ അംഗങ്ങൾ പോലും മനസ്സിലാക്കുന്നത് മറ്റു തര സമൂഹങ്ങളെ അപേക്ഷിച്ച് മുസ്ലിം ഉമ്മത്ത് അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു, കുടുംബത്തെ സംരക്ഷിക്കുന്നു, മദ്യപാനത്തിലും വൃത്തികേടിലും വ്യഭിചാരത്തിലും ഒക്കെ മാറി നിൽക്കുന്നു എന്നൊക്കെയാണ് അവരുടെ ഒരു ധാരണ. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, നമ്മളെ ആദരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുസ്ലിമായ ഒരു കാരണവും വന്നാൽ സായിപ്പ് വരുന്നുണ്ട്, ആദരവാണ്, അവരെ എണീറ്റ് കൊടുക്കും. ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി സഹോദരങ്ങളെ. കാലം മുൻപോട്ട് പോകുന്തോറും നമ്മുടെ നാടുകളിൽ പ്രശ്ന സങ്കീർണമായ കൊലപാതകങ്ങളിൽ
കുടുംബ കലക്ഷിതമായ അവസ്ഥയിൽ, അസ്വസ്ഥമാകുന്ന അവസ്ഥകളിൽ നീറുന്ന മനസ്സുമായി ആരോടിത് പറയും? ആരോട് ഇതിനെ കുറിച്ച് സംസാരിക്കും? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകന്റെ പേരെന്താണ്? എന്റെ മകന്റെ പേര് ഇന്നയാളാണ്. ഞങ്ങൾ സ്റ്റേഷനിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വാഹനത്തോടു കൂടിയാണ് നിങ്ങളുടെ മകനെ പിടിച്ചു വെച്ചത്. ആലോചിച്ചു നോക്കുക. 5 നേരം നമസ്കരിക്കുന്ന ആ പിതാവിന്റെ മനസ്സിന്റെ നീറ്റലും വേദനയും എത്രയായിരിക്കും? നമ്മുടെ മുസ്ലിം ഉമ്മത്ത് അത്തരം ഒരു അവസ്ഥയിലേക്ക്, ജീർണതകളിലേക്ക് പെട്ടപ്പോ കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിന്റെ ഓരോ യൂണിറ്റുകളിലും കുടുംബ ബന്ധത്തിന്റെയും മക്കളും മാതാപിതാക്കളും അതുപോലെ ഈ സമൂഹവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, പൈശാചികതകളിൽ നിന്ന് മനുഷ്യൻ നന്മകളിലേക്ക് അടുക്കണമെന്നുള്ള ഒരു ബാനറിന്റെ കീഴിൽ ഓരോ യൂണിറ്റുകളിലും ഈ കുടുംബ സംഗമങ്ങളും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് വെറുതെയല്ല സഹോദരങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ വിശ്വസിക്കുന്നതോടൊപ്പം അവർ ശരിയായ ഒരു ആദർശത്തിന്റെ വക്താക്കളായി മാറി ഈ സമൂഹത്തിന്, സഹോദര സമുദായ അംഗങ്ങൾക്ക് മാതൃകയാകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രബോധനമായി കടന്നു വരുമ്പോ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധമായ ഖുർആനിലെ ഒരു വചനം പ്രവാചകൻ ഓതി, വൈദൽ മൗഉദതു സുഇലത് എന്ന വിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ പാരായണം ചെയ്യുമ്പോ ഒരു അറാബിയായ മനുഷ്യൻ അവിടെ ഇരുന്ന് ഏങ്ങിക്കരയണം. റസൂല് ചോദിച്ചു, താങ്കൾ എന്തിനായി കരയുന്നത്? ആദ്യം അദ്ദേഹത്തിന്റെ നിശബ്ദതയായിരുന്നു മറുപടി. ഞാൻ ഈ വിശുദ്ധമായ ഖുർആനിന്റെ എന്ന ആ വചനം ഞാൻ പാരായണം ചെയ്തപ്പോ താങ്കൾ വിങ്ങിപ്പൊട്ടാനും നീറാനും കരയാനും കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ഈ അറാബിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഞാൻ ഈ തൗഹീദി ആദർശത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ യാ അബൽ ബിൻസ്, പെൺകുട്ടിയുടെ ഉപ്പ എന്ന് വിളിച്ച് സമൂഹം എന്നെ ആക്ഷേപിക്കുമായിരുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ ഉടനെ കുഴിച്ചുമൂടുമായിരുന്നു. പക്ഷെ എന്റെ മോളെ കുഴിച്ചുമൂടാൻ എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചില്ല. ഞാൻ എന്റെ മോളെ എന്റെ വീടിന്റെ ഉള്ളിൽ വളർത്തി പ്രവാചകരെ, ആരും കാണാതെ. 2-3 വയസ്സ് കഴിഞ്ഞു. എന്റെ മോള് എന്റെ ശരീരവുമായി ഒട്ടിപ്പിടിച്ച് കിടക്കും ഉപ്പച്ചി എന്ന് പറഞ്ഞ് എന്റെ മോള് കളിക്കാനും ചാടാനും ഓടാനും ഒക്കെ പ്രായമായപ്പോ പരിസരത്തും അയൽവക്കങ്ങളിലൊക്കെ കുഞ്ഞ് ഓടാൻ തുടങ്ങി. എത്ര പിടിച്ചു വെക്കാൻ കഴിയും? അങ്ങനെ എന്നെ എന്റെ അയൽക്കാരും നാട്ടുകാരും യാ അബൽ ബിന്ദ്, പെൺകുട്ടിയുടെ ഉപ്പ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ തുടങ്ങി. സഹിക്കവയ്യാതെ ഒരു ദിവസം എന്റെ മകളുമായി ഞാൻ മരുഭൂമിയുടെ അങ്ങേയത്തേക്ക് പോയി പ്രവാചകരെ. ഞാനൊരു വലിയ കുഴിയെടുത്ത്, ആ വലിയ കുഴിയെടുത്ത് ഞാൻ വേർത്തു നിൽക്കുമ്പോൾ എന്റെ പൊന്നുമോള് വന്ന് എന്റെ നെറ്റിത്തടത്തിലെ വേർപ്പുകണങ്ങൾ തുടച്ചു നീക്കി. എന്നിട്ട് ആ വലിയ കുഴിയിലേക്ക് എന്റെ മകളെ ഞാൻ തള്ളിയിട്ട് മണ്ണിട്ട് മൂടുമ്പോ, ഉപ്പച്ചി, എനിക്ക് ഭയപ്പെടുന്നു. ഇന്നും യാ അബി എന്ന എന്റെ മകളിന്റെ ആ വിളി താങ്കൾ ഈ വചനം മോദിയപ്പോ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ നീ കൊന്നുകളഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ആ ചോദ്യം കേട്ടപ്പോ ആ കാട്ടറബികളായ മനുഷ്യർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന ആദർശത്തിൽ വിശ്വസിച്ചപ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വന്നത്. അവരൊരു നല്ല മനുഷ്യരായി മാറിയത്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറിയത്. നമ്മുടെ നാടുകളിൽ ഭീമാപള്ളിയിലും കടുവയിൽ തങ്ങളോടുമൊക്കെ നേർച്ചയും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയിരുന്നവർ അതെല്ലാം കൈയൊഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹു
ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആദർശത്തിലേക്ക് വന്നപ്പോഴാണ് അവരുടെ സമചിത്ത ബോധത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ള ഒരു അപരിഷ്കൃതരായ ജനതയെയാണ് അള്ളാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ദീൻ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാമുകളിൽ, നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് പോയി ഈ ദീൻ എന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ സമാധാനവും ഈ സ്വസ്ഥതയും നമുക്ക് കൈവരിക്കണമെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു മകന്റെ വിവാഹം കഴിഞ്ഞു, അല്ലെങ്കിൽ മകളുടെ വിവാഹം കഴിഞ്ഞു, വിവാഹത്തിന് ഒരു 10,000-2000 ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി വലിയൊരു ബിരിയാണി സൽക്കാരമൊക്കെ നടത്തിയിട്ട് നമ്മുടെ സ്വപ്നങ്ങളായ ആ മകളുടെയും മകന്റെയൊക്കെ ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ എന്തു വേണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണ സുന്നി മഹല്ലുകളിലുള്ള ഖുത്ബകളിൽ നമ്മൾ അത് കേൾക്കാറുണ്ട്. തുൻകഹുൽ മർഅതു ലിഅർബഅൻ ലിബാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. പക്ഷെ ഇതിന്റെ അർത്ഥം ഒരു പറയില്ല. ഇതിനർത്ഥം പറഞ്ഞ ഈ പാമരങ്ങൾ നന്നാകും. കാരണം തലയിലിട്ടിരിക്കുന്ന കർച്ചീഫ് മുതൽ അവന്റെ അടിവസ്ത്രം വരെ ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് ഗൾഫിലോ അല്ലെങ്കിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്തോ കഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ നീറ്റലാണ്. അവൻ ഇമാമ പറയും, മോനെ നീ കർച്ചീഫ് ഇടുന്നത്. ആകെ ഇസ്ലാമിന്റെ ഒരു അവസ്ഥയായിട്ട് കാണുന്നത് നിക്കാഹിന്റെ സമയത്ത് ഒരു കർച്ചീഫ് അങ്ങിടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം എന്തെന്ന് അറിയില്ല. എന്നാൽ സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യരിൽ ചിലർ വിവാഹം കഴിക്കും എന്തിനു വേണ്ടി? സമ്പത്തിന് വേണ്ടി. ഇന്ന തറവാട്ടില് ഇന്ന കുടുംബത്തിലുള്ളതാണ്. നെടുമങ്ങാട് ടൗണിൽ 6-7 പിന്നെ കോംപ്ലക്സുകളും ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. എന്റെ മരുമകന്. ഇതൊക്കെയാണ് വലിയ ആദർശമായി. ഇതൊന്നുമല്ല സമാധാനത്തിന്റെ കേദാരം. റസൂൽ ഓർമ്മപ്പെടുത്തി, മതബോധമുള്ളവരെ തിരഞ്ഞെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ സമാധാനം വേണമെങ്കിൽ എന്ത് വേണം സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന ആ ഈന്തപ്പന ഓല കൊണ്ട് കെട്ടിമറച്ച കുടിലിൽ ആ സമാധാനവും കുളിർമയും ഉണ്ടായത് ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ ലക്ഷക്കണക്കിന് ദീനാറും ഡോളറുമുള്ള സമ്പന്നന് വന്നപ്പോ പരമദരിദ്രനായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സമൂഹത്തോട് പറഞ്ഞപ്പോ അബൂജഹലും കുടുംബവും ഒക്കെ എണിച്ചു പോയപ്പോ 11 വയസ്സുകാരനായിരുന്ന ഒരു പൊന്നുമകൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ, ആരും തങ്ങളുടെ ഈ ആദർശം സ്വീകരിച്ചില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഞാൻ സ്വീകരിച്ചോളാം നബിയെ. ആ പ്രവാചകന്റെ കൂടെ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹു എന്ന പരമദരിദ്രനായ ആ മനുഷ്യനിൽ അള്ളാഹുവിന്റെ റസൂൽ കണ്ടത് എന്താണ് സഹോദരങ്ങളെ? അതുകൊണ്ട് ആ ചെറിയ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ കുടിൽ സമാധാനവും കുളിർമയും ഉണ്ടായി. റസൂലിന്റെ സ്വഹാബത്ത് അതായിരുന്നു തിരഞ്ഞെടുത്തത്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ അവസ്ഥ 2 വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. 44ഓളം വരുന്ന മാതാപിതാക്കൾ, പ്രായമായ പിതാക്കൾ, ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും, അവരെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ചിലര് മെന്റലി പ്രശ്നങ്ങളായി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് വിളിച്ച് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവാത്തവർ അവരുടെ വീടുകളിലേക്കും അവരുടെ അപ്പാർട്ട്മെന്റുകളിലേക്കും അവരുടെ ഫ്ലാറ്റുകളിലേക്കും തിരിച്ചു കൊണ്ടുപോകാത്ത 44ഓളം വരുന്ന അച്ഛനെയും അമ്മയെയും ഉപ്പയെയും ഉമ്മയെയും ഒക്കെ സർക്കാർ സ്വന്തം ചിലവിൽ അവരെ നോക്കുകയാണ്. എന്താ കാരണം? അവരുടെ വീടുകളിൽ മതബോധമില്ലാത്ത ചില മരുമകൻ കടന്നു വന്നു. അവരുടെ വീടുകളിൽ മതബോധമില്ലാത്ത